ഹലോ, നമ്മൾ 2 ദിവസം മുന്നേ ഞാനും മോനും കൂടെ ഒരു വീഡിയോസ് ഇങ്ങനെ ഇൻസ്റ്റയിലാണെന്ന് തോന്നുന്നു കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതിലൊരു മാംഗോ പുഡിങ്ങിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആൾക്കത് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ 2 ദിവസം കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മ ഇച്ചിരി ആ മാംഗോ പുഡിങ് ഉണ്ടാക്കി തരുമോ എന്നൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഇന്നിവിടെ മാങ്ങ ഇരിപ്പുണ്ട് എന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ കുറച്ച് പഴുത്ത മാങ്ങ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും അത് പഴുത്ത് നല്ലതായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ മാംഗോ പുഡിങ്ങിന് പറ്റിയൊരു പരുവത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നോക്കട്ടെ, ശരിയായി വരുവാണെങ്കിൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ഋഷിക്ക് സർപ്രൈസായിട്ട് കൊടുക്കാം. അവൻ അറിഞ്ഞിട്ടില്ല ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കിച്ചണിൽ കയറി ഉണ്ടാക്കണം. ആ സമയത്ത് കാർട്ടൂൺ എങ്ങാനും ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് മാംഗോ പുഡിങ് ഉണ്ടാക്കാം. ഇന്നലെ വൈകിട്ട് അമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, മാങ്ങ മേടിച്ച് വെച്ചിട്ടുണ്ട് വന്നെടുത്തുകൊണ്ട് പോകാനായിട്ട്. അങ്ങനെ അത് കേൾക്കേണ്ട താമസം ഞങ്ങൾ വൈകിട്ട് തന്നെ പോയി എടുത്തു. അപ്പോഴേ പ്ലാൻ ചെയ്തതാണ് ഉറപ്പായിട്ടും മാംഗോ പുഡിങ് ഉണ്ടാക്കണമെന്ന്. അങ്ങനെ ബാക്കി ഉണ്ടായിരുന്നതൊക്കെ ഞങ്ങൾ ഓൾറെഡി കഴിച്ചു. ഇതൊരു 3 നല്ല പഴുത്ത മാങ്ങയാണ്. ഇതെടുത്ത് നന്നായിട്ട് കഴുകി തൊലിയൊക്കെ ചെത്തി കളയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ മാങ്ങയൊക്കെ ചെത്തി വൃത്തിയാക്കിയ ശേഷം തൊലിയൊക്കെ അപ്പോഴേ എടുത്ത് കളയുന്നുണ്ട്. എപ്പോഴായാലും നമ്മളത് വൃത്തിയാക്കണമല്ലോ. അത് ഇരുന്നാലും മറ്റേ കുരുട്ടീച്ച് വന്നിട്ട് ഭയങ്കര ശല്യമാണ്. അങ്ങനെ അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ക്യൂബായിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ കട്ട് ചെയ്തിടാം. നമുക്ക് എന്തായാലും ഇത് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ചെറിയ പീസൊക്കെ നമ്മുടെ വയലറ്റും പോകണമല്ലോ, അതാണല്ലോ അതിൻ്റെ ശരി. അങ്ങനെ നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു കേട്ടോ. അതിൻ്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല, ഏതോ ഒരു മാങ്ങയാണ്. പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ളത് കോൺഫ്ലവറാണ്. അത് പാലിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് അതൊന്ന് മിക്സ് ചെയ്തില്ലെങ്കിൽ അടിയിൽ പിടിക്കും, കട്ട പിടിച്ച് കിടക്കും. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് അടുത്തുള്ള പണി എന്ന് പറയുന്നത് ഈ മാങ്ങ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയെല്ലാം നന്നായിട്ട് അരച്ചെടുക്കണം. അതിനിടയ്ക്ക് ഋഷിക്കുട്ടനും വന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അവൻ ഓൾറെഡി അറിഞ്ഞു കേട്ടോ പുഡിങ് ഉണ്ടാക്കുകയാണെന്ന്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്, എൻ്റെ കൂടെ നിന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ മാങ്ങ അരച്ചെടുക്കാനായിട്ട് പാലെടുത്തിട്ടുണ്ട്, പഞ്ചസാര ഇത് മാത്രം വെച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. പാല് ജ്യൂസിനായാലും പുഡിങ്ങിനായാലും ഏതിനായാലും നമ്മൾ കവറ് പാല് മേടിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളതാണ്. കാരണം നമ്മൾ പശുവിൻ്റെ പാലൊക്കെ മേടിച്ച് നമ്മൾ പാല് കാച്ചിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിലൊരു പാലിൻ്റെ ചെവ വരും. പക്ഷേ ഈ പാസ്ചറൈസ്ഡ് മിൽക്ക് ആകുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ടേസ്റ്റ് വ്യത്യാസം തോന്നിയിട്ടില്ല കേട്ടോ. എൻ്റെ ഒരു ഒപ്പീനിയനാണേ. അപ്പോൾ അത് അരച്ച് ഈ പേസ്റ്റ് പരുവാക്കിയിട്ട് നമ്മളൊരു കടായിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ തിളയൊക്കെ വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഒത്തിരി അങ്ങ് ലോ ആക്കണം കേട്ടോ തീയൊക്കെ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ കൈ വിടാണ്ട് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കണം. അത് കഴിയുമ്പോൾ ഇതുപോലെ തിളയൊക്കെ വരും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ചെറുതായിട്ട്, അതായത് കുറേശ്ശെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യണം. കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും കേട്ടോ. അതുകൊണ്ടിട്ടാണ് കുറേശ്ശെ മാത്രം ആഡ് ചെയ്താൽ മതി. എന്നിട്ട് ഈ ഒരു കോൺഫ്ലോർ വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്യണം. ലോ ഫ്ലെയിമിലിട്ട് തന്നെ മിക്സ് ചെയ്താൽ മതി കേട്ടോ, അതായിരിക്കും നല്ലത്. ഇതിനിടയ്ക്ക് മധുരം ഉണ്ടോയെന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തോണം. ഇവിടെ 2-3 വട്ടമൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ, നല്ല മധുരമുണ്ട്. പിന്നെ ഹണിയൊക്കെ ആഡ് ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പഞ്ചസാര തന്നെ മതിയായിരിക്കും. അങ്ങനെ അതൊന്ന് വറ്റി വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബൗളിലേക്ക് ബട്ടറോ നെയ്യോ ഒന്ന് തൂവിയ ശേഷം അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോഴേക്കും എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോവും. എൻ്റെ ബൗള് കണ്ടോ, രാജകുമാരിയിൽ നിന്ന് കിട്ടിയ ബൗളാണ് കേട്ടോ. അങ്ങനെ ഫ്രിഡ്ജിൽ ഇനി ഒരു 4 മണിക്കൂർ നമ്മളൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. ഇതിനിടയ്ക്ക് ഞാൻ ആ ബൗളൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു, ഞാൻ ഉദ്ദേശിച്ച ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്യാഗ്രഹം കൊണ്ടാണെന്നറിയില്ല, 3 മണിക്കൂറായപ്പോഴേക്കും എടുത്തതിൻ്റെ ഫലമാണ് നിങ്ങൾ ഈ കാണുന്നത്. ചെറിയ ഭാഗം മാത്രമേ സെറ്റായിട്ടുള്ളൂ. ഒന്നുകൂടി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിരുന്നെങ്കിൽ ഒന്നുകൂടി ഒന്ന് സെറ്റായി കിട്ടിയേനെ. പക്ഷേ അതിനി ഋഷി സമ്മതിക്കത്തുമില്ല, എൻ്റെ മനസ്സൊട്ട് അനുവദിക്കുന്നുമില്ല. എങ്ങനെയും ടേസ്റ്റ് ചെയ്യണമെന്നൊരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ടേസ്റ്റിനൊന്നും കുറവില്ല, നല്ല മധുരം, നല്ലൊരു പുഡിങ്ങിൻ്റെ ആ ഒരു ടേസ്റ്റ്, ഒരു ടെക്സ്ചറൊക്കെ കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. എന്തായാലും അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റ.